ബലാത്സംഗ കേസ് പ്രതികളെ സംരക്ഷിക്കുന്നതിലും അതിജീവിതമാരെ പരസ്യമായി വേട്ടയാടുന്നതിലും കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്ന ഇരട്ടത്താപ്പും ധാർഷ്ട്യവും ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ദില്ലി കേരള ഹൌസിലെത്തിയ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സ്വീകരണം നൽകാൻ എത്തിയവരുടെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ബലാത്സംഗ കേസിലെ അതിജീവിതയെ സൈബർ ഇടത്തിലൂടെ അതിക്രൂരമായി ആക്ഷേപിച്ച രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫും സ്ഥാനം പിടിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പീഡനക്കേസ് പ്രതികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന സൈബർ ഗുണ്ടകൾക്കും കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ ലഭിക്കുന്ന പരസ്യമായ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഡൽഹിയിൽ അരങ്ങേറിയ ഈ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകുന്നതിനിടയിൽ അതിജീവിതയ്ക്ക് നേരെയുണ്ടായ ക്രൂരമായ സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ഹൌസിൽ ഒരു പ്രതിഷേധ ബോർഡ് പോലും സ്ഥാപിക്കാൻ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതാക്കൾ സമ്മതിച്ചില്ല. ജനാധിപത്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പാളയത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ എത്രത്തോളം തരം താഴുമെന്നാണ് ഈ തർക്കത്തിലൂടെ വ്യക്തമാകുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ച പ്രതിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് ശൈലിക്കെതിരെ കേരള ഹൌസിനുള്ളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ പീഡനക്കേസിലെ ആദ്യ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അതിക്രൂരമായ ഭാഷയിൽ വേട്ടയാടിയതിനാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തത്. നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകയായിരുന്നിട്ട് പോലും മറ്റൊരു സ്ത്രീക്കെതിരെ ദീപ ഉപയോഗിച്ച ഭാഷ സുപ്രീം കോടതിയെ പോലും ഞെട്ടിച്ചിരുന്നു. കേസ് പരിഗണിച്ച വേളയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ദീപയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് മേലേറ്റ കനത്ത പ്രഹരമായിരുന്നു. സൈബർ ആക്രമണ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപ നൽകിയ ഹർജി സുപ്രീം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. അതിജീവിതയെ നിരന്തരം വേട്ടയാടുന്ന ഒരു സൈബർ വെട്ടുകളി കൂട്ടത്തിന്റെ നേതാവാണ് ദീപി എന്ന് കോടതിയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടും ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെയാണ് വി.ഡി. സതീശനെ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ അണിനിരത്തിയത്. എം.എൽ.എ. ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള അതീവ ഗുരുതരമായ ബലാത്സംഗ കേസിൽ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാതെ വിഹരിക്കുന്ന രണ്ടാം പ്രതിയാണ് ദീപ ജോസഫ്. നിയമവ്യവസ്ഥയെയും കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം പ്രതികൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന കോൺഗ്രസ് നിലപാട് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയും പ്രവൃത്തിയിൽ പീഡകരെയും അവരുടെ കൂട്ടാളികളെയും ആദരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.